പ്രിയപ്പെട്ടവരെ, ഒരു പഴയ ഒരു പാട്ടാണ് ഞാനിവിടെ പാടുന്നത്. വിപ്ലവഗാനമെന്ന് പറയാം, അല്ലെങ്കിൽ നാടൻ പാട്ടെന്ന് പറയാം, എന്തെങ്കിലുമൊക്കെ അതിന് പറയാൻ പറ്റും. ഇത് വി രാമേന്ദ്രൻ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്. ഇതിൽ മുഴുവൻ വരിയൊന്നും എനിക്ക് ഓർമ്മയില്ല, അറിയാവുന്ന വരി മാത്രമാണ് ഞാനിവിടെ പാടുന്നത്. ഇത് 1993 ജയിൽ നിറക്കൽ സമരവുമായി ബന്ധപ്പെട്ട് ഒരു കാൽനട ജാഥ ഒറ്റപ്പാലം പാർട്ടി ഏരിയ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. ആ ജാഥയുടെ ക്യാപ്റ്റൻ സഖാവ് എം ഹംസയായിരുന്നു അന്നത്തെ ജാഥ ക്യാപ്റ്റൻ. അന്ന് CPM ഏരിയ സെക്രട്ടറി സഖാവ് ഹംസയാണ്. അന്ന് സഖാവ് MR മുരളി ജില്ലാ കമ്മിറ്റി മെമ്പർ സഖാവ് ആ ജാഥയിലുണ്ട്. DYFI സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള അന്ന് S അജയ്കുമാർ ആ ജാഥയിലുണ്ട്. E രാമചന്ദ്രൻ ആ ജാഥയിലുണ്ട്. അന്ന് ആ കാൽനട ജാഥയിൽ A രാധാകൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. ആ സഖാവാണ് ആ പാട്ട് പാടിയത്. ഇന്നും അത് ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ്. ഇന്ന് പാടേണ്ട ഒരു സാഹചര്യവും ഉണ്ട് എന്നതുകൊണ്ടാണ്. എനിക്കറിയാവുന്ന 4-5 വരി മാത്രമേ ഉള്ളൂ. ഇതാണത് പാടാൻ വേണ്ടി പോകുന്നത്. നിയമലംഘനം വരുന്നു, നിയമലംഘനം, നിയമലംഘനം വരുന്നു, നിയമലംഘനം, പൊരുതുമൈക്യ ശക്തിയായി നിയമലംഘനം, പൊരുതുമൈക്യ ശക്തിയായി നിയമലംഘനം. ഇന്ത്യ വീണ്ടും ഓർത്തിടുന്നു ഭഗത് സിംഗിനെ, ഞങ്ങൾ നെഞ്ചിലേറ്റിടുന്നു സുഭാഷ് ബോസിനെ. ഇന്ത്യ വീണ്ടും ഓർത്തിടുന്നു ഭഗത് സിംഗിനെ, ഞങ്ങൾ നെഞ്ചിലേറ്റിടുന്നു സുഭാഷ് ബോസിനെ. ഞങ്ങൾ ഓർത്തിടുന്നു കയ്യൂർ സമരധീരരെ, ഞങ്ങൾ ഓർത്തിടുന്നു കയ്യൂർ സമരധീരരെ. ഇല്ല വിൽക്കുവാൻ വിടില്ല ഞങ്ങൾ പെറ്റ നാടിനെ, ഇല്ല വിൽക്കുവാൻ വിടില്ല ഞങ്ങൾ പെറ്റ നാടിനെ. വിദേശ ശക്തികൾക്ക് നാടു പണയമായി നൽകുവോർക്ക്, വിദേശ ശക്തികൾക്ക് നാടു പണയമായി നൽകുവോർക്ക് എതിരെ ഉയരയാർത്തളച്ചു നിയമലംഘനം, എതിരെ ഉയരയാർത്തളച്ചു നിയമലംഘനം. പണ്ടു ഗാന്ധിജി നയിച്ച ദണ്ഡി യാത്രയും ഉപ്പിൽ നിന്നുയർന്നു വന്ന ശക്തസമരവീര്യവും, പണ്ടു ഗാന്ധിജി നയിച്ച ദണ്ഡി യാത്രയും ഉപ്പിൽ നിന്നുയർന്നു വന്ന ശക്തസമരവീര്യവും. ഇല്ല വിൽക്കുവാൻ വിടില്ല ഞങ്ങൾ പെറ്റ നാടിനെ, ഇല്ല വിൽക്കുവാൻ വിടില്ല ഞങ്ങൾ പെറ്റ നാടിനെ.